നമസ്തേ. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഒരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വരുന്നത്. വളരെ ഗംഭീരമായ, അതിഗംഭീരമായ ഒരു കല്യാണം കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നടന്നു. വലിയ കല്യാണം തന്നെ. നമുക്ക് സാധാരണക്കാരൻ ആലോചിക്കാൻ പറ്റില്ല. അങ്ങനെ ടി വിയിലൂടെയൊക്കെ നമ്മൾ ഈ കല്യാണമൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ പഴയ രാജാക്കന്മാരുടെയൊക്കെ ഒരു കല്യാണം നടന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാമെന്നുള്ള സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ആ സങ്കല്പമൊക്കെ നമ്മൾ ടി വിയിലൂടെയൊക്കെ ഇങ്ങനെ കണ്ടു. അതിഗംഭീരമായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള കുറേ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് കേരളക്കാർക്കാന്ന് തോന്നുന്നു, മലയാളം അറിയുന്നതുകൊണ്ടായിരിക്കും നമുക്കത് ഈസി ആയിട്ട് ഇത് ചെയ്യാം. മലയാളീസിനാന്ന് തോന്നുന്നു. ഓ, എന്താ അസൂയ! അസൂയ മൂത്തിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. എങ്ങനെ പുല്ലഭ്യം പറയുക? എന്തൊക്കെ ഈ പൈസ കൊണ്ട് പാവങ്ങൾക്ക് വീട് ഉണ്ടാക്കി കൊടുത്തൂടെ? പാവങ്ങൾക്ക് കക്കൂസ് ഉണ്ടാക്കി കൊടുത്തൂടെ? പാവങ്ങൾക്ക് ആസ്പത്രി ഉണ്ടാക്കി കൊടുത്തൂടെ? പാവങ്ങളെ രോഗം നോക്കി, ഇതൊക്കെ അയാൾ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന അസൂയ പിടിച്ച ആൾക്കാർ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ അയാളല്ലാതെ അതിനു വേണ്ടിയൊക്കെ ഫണ്ട് വെച്ചുകൊണ്ട് അയാൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മഹാ മനസ്സിന്റെ ഉടമയാണ് ആ മനുഷ്യൻ. അയാള് 50 100 വേറെ പാവപ്പെട്ട കുട്ടികളെ കല്യാണം കഴിച്ചു വിട്ടു. ആ കല്യാണം കഴിച്ച് വിടുന്ന സമയത്ത് അവർക്ക് ഒരു വീട്ടിലേക്ക് ഒരു വർഷത്തേക്ക് വേണ്ട സാധനങ്ങൾ മുഴുവൻ കൊടുത്ത് സ്വന്തം വീട്ടുകാര് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് എങ്ങനെ വിടുന്നോ അത്തരത്തിൽ ആണ് വിട്ടിരിക്കുന്നത്. ഈവൻ പാത്രങ്ങള്, അവർക്ക് വേണ്ട ഭക്ഷണ ഇതിനൊക്കെ വേണ്ടിയുള്ള സാധനങ്ങള്, സ്റ്റൗവ്, ഗ്യാസ് എന്ന് വേണ്ട സർവ്വ സാധനങ്ങളും അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ അവരെ കൈകൊണ്ട് തന്നെ അവർ കൊടുത്ത് അവരെയൊക്കെ കല്യാണം കഴിപ്പിച്ച് അയക്കാനും ആ കുടുംബത്തിന് സാധിച്ചിട്ടുണ്ട്. അതും ഒരു മാതൃകയാണ്. 8-9,000 പേർക്ക് 40 ദിവസത്തോളം സാധാരണക്കാർക്ക് ഭക്ഷണം വേറെ കൊടുത്തിട്ടുണ്ട്. കാരണം അവര് പങ്കുചേരാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് സാധാരണ ഏതോ ആൾക്കാർ കഴിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് മോശം ഭക്ഷണമൊന്നുമല്ല കൊടുത്തത്. അതിഗംഭീരമായിട്ടുള്ള നല്ല, അതൊക്കെ വീഡിയോയിൽ നമ്മൾ കണ്ടല്ലോ. അങ്ങനെ അതിഗംഭീരമായ ഭക്ഷണവും അതിന് കൊടുക്കാനുള്ള വ്യവസ്ഥകളും ഒക്കെ അയാൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അതങ്ങോട്ട് ദഹിക്കുന്നില്ല. എന്തിനിങ്ങനെ അസൂയ എന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെയുള്ള ആൾക്കാർക്ക് സഹായങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇവിടത്തേക്ക് സർക്കാരല്ലേ. അല്ലാണ്ട് അയാൾ ഉണ്ടാക്കിയ, അയാൾ സമ്പാദിച്ച, അയാളെ പണം കൊണ്ട് അയാളുടെ മകന്റെ വിവാഹം കഴിപ്പിച്ച് അതിഗംഭീരമായിട്ട് ആഘോഷിക്കുമ്പോൾ അതിൽ അസൂയ പൂണ്ടിട്ട് മറ്റുള്ളവർക്ക് കക്കൂസ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ സംഗതി നടക്കും. ഒരു പ്രസ്ഥാനത്തിന്റെ പല നേതാക്കന്മാർ മുഴുവൻ അവിടെ പോയിട്ടുണ്ട്. ആ ഒരു നേതാവ് ഒഴിവില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ അവിടെ പോയിട്ടുണ്ട്. ആരും ഒഴിവില്ല. സ്വാമിമാര്, സന്യാസിമാര് എന്ന് പറഞ്ഞിട്ടുള്ള അവരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ ഇന്ത്യയിലെ സെലിബ്രിറ്റീസും അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും, ഒരു ഇത് ഒഴിവില്ല. കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെത് മാത്രം ചില നേതാക്കന്മാരാണ് എത്തിയത്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഒരു നേതാവിന് പിന്നെ കല്യാണത്തിനോടൊരു അസൂയ ഉണ്ടാവും. കാരണം വെച്ചാൽ 50-55 വയസ്സായിട്ട് കല്യാണം കഴിക്കാൻ പറ്റാതെ മൂലക്കിടക്കുന്നതിന്റെ പ്രശ്നങ്ങളാണോ? ഇതേമാതിരി ഇതിലും ഗംഭീരമായിട്ടൊക്കെ കഴിക്കാൻ കഴിയുന്നതാണ്. പക്ഷെ ജുബക്ക് പോക്കറ്റിന് ഓട്ടയൊക്കെ ആയിട്ട് നടക്കുന്ന ആളൊക്കെ ആയതുകൊണ്ട് അയാൾക്ക് ചിലപ്പോ ഇതൊന്നും സാധിക്കാത്തതിന്റെ എന്റെയോ എന്തോ ഒരു അസൂയ ആയിരിക്കാം അയാൾ പങ്കെടുത്തിട്ടില്ല. പറയുമ്പോ രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ട് പറയുകയാണെങ്കിൽ അയാളെ അച്ഛന്റെ അമ്മയാണ് ഇയാളെ ഈ അച്ഛനൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നത്. ധീരുഭായ് അംബാനിക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്നത് അവരായിരുന്നു. പണ്ട് ഇന്ത്യയിലെ മറ്റ് പ്രമുഖരായ പണക്കാര് ഈ മുൻ പ്രധാനമന്ത്രിക്കൊക്കെ ഇയാൾ അച്ഛൻ്റെ അമ്മക്കൊക്കെ ഒരുപാട് കാശ് പെട്ടിയായിട്ട് കൊണ്ടു കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. അതില് ഒരു പ്രാവശ്യം അവർക്കൊരു പരാജയം ഉണ്ടായപ്പോ
അവരെ മറന്ന് ഒരു സൈഡിലേക്ക് നിർത്തി. ആ നിർത്തിയ സമയത്ത് ഈ ധീരുഭായ് അംബാനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സഹായിക്കാൻ. പിന്നെ അയാൾക്ക് വേണ്ടി ബഡ്ജറ്റ് വരെ കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ പറയും നരേന്ദ്രമോദിയുടെ ഗഡിയാണ്, നരേന്ദ്രമോദി വയ്യാലെ നടക്കുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് കോർപ്പറേറ്ററിനെ വളർത്തുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത് എന്ന് പറഞ്ഞ് വിരളി പൂണ്ടി ഇങ്ങനെ നെട്ടോട്ടം ഓടുന്ന ഒരു പ്രതിപക്ഷമൊക്കെ ഉള്ളൊരു നാടാണ്. ആ പ്രതിപക്ഷ നേതാവിന് പാവം കല്യാണത്തിന് പോയതുമില്ല. അസൂയ എന്ന് പറയാനുള്ളൂ ഇതിനൊക്കെ. തനിക്കിതൊന്നും ആവാത്തതിനെ കൊണ്ട് അവിടെ ഞാൻ പോകില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയമായിരിക്കാം. എന്തോ ആകട്ടെ, അത് അയാൾ പേഴ്സണൽ സംഗതിയാണ്. എന്തായാലും ഒരു പോകാത്ത നേതാവ് എന്നുള്ള ഒരു പേരുണ്ടാക്കാൻ വേണ്ടിയുമായിരിക്കാം. എന്തായാലും ഇയാളെയൊക്കെ കല്യാണത്തിന് വിളിച്ചിട്ട് അത് പോകാതിരുന്നത് ഇത്രയും കാലം കോൺഗ്രസ്സുകാര് ഇയാളെയൊക്കെ പണം നക്കിയിട്ടാണ് മുന്നോട്ട് പോയത്. അയാളെയൊക്കെ മറന്നുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഇനി സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ആ കുട്ടിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടാന്ന് തോന്നുന്നു. ആ കുട്ടിക്ക് അതിനെപ്പറ്റി അറിയാഞ്ഞിട്ടാണ്. അതിന്റെയൊക്കെ കുറെ പ്രായമുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ട്, അവര് പറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കും. ഏതായാലും പോട്ടെ, അത് അയാളെ കാര്യം, അയാളെ പാർട്ടി, അയാളെന്തോ ചെയ്യട്ടെ. പക്ഷെ പൊതുവായിട്ട് ജനങ്ങൾക്ക് എന്താണ് അംബാനിയുടെ ഈ പൈസേനോട് ഇത്ര ഒരു ഒരു വിരോധം എന്ന് മനസ്സിലാവുന്നില്ല. അയാളെ മകന്റെ കല്യാണം, ഒരു മകന്റെ കല്യാണം, അയാള് രാജാവാണ്. അയാള് രാജാവ് തന്നെയാണ്. അയാൾ ഇന്ന് സാമ്പത്തികമായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, സാമ്പത്തികമായി വിജയിച്ച് അത്യുന്നതിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അയാളുടെ വരുമാനത്തിന്റെ അയാളെ കയ്യിൽ പിന്നെന്താ അയാൾ ചെയ്യേണ്ട? ഈ പൈസയൊക്കെ വെട്ടിട്ട് വീട്ടിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുക വേണ്ടത്? അയാളിത് ചെലവാക്കിയാല് അവിടെ സദ്യ നടത്തിയവനായാലും ശരി, അവിടെ ഫുഡ് കൊടുത്തവനായാലും ശരി, അവിടെ ആ ഹോൾ ഉണ്ടാക്കിയ ആൾക്കാരായാലും ശരി, ആ ഹോൾ അലങ്കരിച്ച ഹോൾ അവർ തന്നെയാണ്, ഹോൾ അലങ്കരിച്ച ആൾക്കാരായാലും ശരി, മറ്റ് കാർപ്പറ്റ് എന്തിന് വേണ്ട എല്ലാം, മസാലപ്പീടിയക്കാരന് വരെ ആർക്ക് വേണമെങ്കിലും പണം കിട്ടുന്ന, പണം റോൾ ചെയ്ത് നാട്ടിലേക്ക് തന്നെ ഇറങ്ങി വരുന്ന ഒരു വലിയ ഒരു പ്രക്രിയയാണ് അവിടെ നടന്നത്. ചിലപ്പോൾ സാധനങ്ങൾ വാങ്ങുന്നത് ചിലപ്പോൾ കുറവുണ്ടാവുമായിരിക്കും. കാരണം അയാളെ കമ്പനിക്ക് തന്നെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല. എല്ലാ സാധനങ്ങളും അയാളെ കയ്യിലുണ്ട്. അപ്പൊ അത് ചിലപ്പം വേണ്ടി വരില്ലായിരിക്കും. ബാക്കി എന്നാലും ഈ 5000 കോടിയിൽ എത്രയോ കോടികൾ ഇങ്ങനെ ഇങ്ങനെ വാരി വിതറിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ്. പിന്നെ അതുകൂടാതെ മറ്റ് ഇന്ത്യയുടെ പുറത്തു നിന്ന് ഒരുപാട് പേര് ഇവിടെ വന്നു. ഏതോ ഒരു പാട്ടുകാരൻ 83 കോടിയൊക്കെ വാങ്ങിയിട്ടാ പാട്ട് പാടിയെന്നാ പറയുന്നത്. എന്തായാലും അങ്ങനെയുള്ള ഒരാൾക്കാർ വന്നു. അതേമാതിരി വലിയ വലിയ ഡെലിഗേറ്റ്സ് ആൾക്കാരൊക്കെ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ഇവിടെ എത്തി. സാധാരണക്കാരെ അപ്പൂപ്പകളൊന്നും അല്ലല്ലോ വന്നത്. വന്നതൊക്കെ നല്ല ഇതേ തരത്തിലുള്ള പണക്കാർ തന്നെയായിരിക്കുമല്ലോ. അപ്പൊ അവർക്കൊക്കെ ഇന്ത്യയെ പറ്റിയുള്ള മതിപ്പിനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ത്യ ഒരു ചെറിയ ഒരു ചെറ്റ രാജ്യമൊന്നും അല്ലാതെ ഇതിന്റെ ഒരു മതിപ്പ് അയാൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അയാൾക്ക് ഇത് വേണമെങ്കിൽ സ്വിറ്റ്സർലാൻഡിലോ ലണ്ടനിലോ വെച്ച് കല്യാണം നടത്തണം, അയാൾക്ക് പ്രശ്നമില്ല. ക്ഷണിച്ച ആൾക്കാരൊക്കെ ഇതേമാതിരി ഫ്ലൈറ്റ് എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ അയാൾക്കറിയാം. പക്ഷെ അയാൾക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ആ ഒരു കൾച്ചർ ഉണ്ടല്ലോ, അത് ലോകം മുഴുവൻ കാണിച്ചു. അത് കാണിക്കാനുള്ള ഒരു ധൈര്യം, ഒരു തന്റേടം അയാൾ കാണിച്ചു. അയാളുടെ അടുത്ത് അത്രയും പണം ഉണ്ടായത് കൊണ്ടാണ് അത് സാധിച്ചത്. അതിൽ ഞാനും നിങ്ങളൊക്കെ അസൂയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മൾ അതിൽ കണ്ട് സന്തോഷിക്കുകയാണ് വേണ്ടത്. എന്തായാലും ഇന്ത്യയുടെ ആ സംസ്കാരത്തില് കൂടെ ആ കുടുംബം മുഴുവൻ പെരുമാറുന്നത് കാണുമ്പോൾ തന്നെ വളരെ ഇത്രയും എളിമയായിട്ടുള്ള ഒരു കോടീശ്വരന്മാരാണല്ലോ എന്ന് തോന്നിപ്പോകുന്നു. എപ്പോഴും സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ രാധേ രാധേ, കൃഷ്ണ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് ജയ് ശ്രീരാം വിളിച്ച്, അതൊക്കെ ഞാൻ ആ ഒരു ഒരു സൊസൈറ്റിയിൽ ഇല്ലത് കൊണ്ടായിരിക്കാം എനിക്കത് ഇഷ്ടമായി. അത് ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാരാണ് ഈ ചീത്ത പറയുന്നതും. പേരുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ ലഭ്യം പറയാണ്. നാട് നിറച്ചു നടന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. റിലാക്സ്. പിന്നെ ഈ പെറ്റി ബൂർഷനൊന്നും കണ്ടുകൂടാത്ത കുറച്ച് ആൾക്കാരുണ്ട്.
കമ്മ്യൂണിസ്റ്റുകാര്. ഓരും ഇങ്ങനെ തന്നെയാ. ഓരെല്ലാ അസൂയയും കാര്യങ്ങളും പറയും. എന്നിട്ട് ഓരെ മക്കളെ കല്യാണമൊക്കെ ഭയങ്കര ഗംഭീരമായിരിക്കും. ലോകത്ത് കാണാത്ത തരത്തിലൊക്കെ കല്യാണം കഴിക്കും. എന്നിട്ട് പറയും അത് പെണ്ണിന്റെ വീട്ടുകാർ നടത്തിയത് ഞങ്ങളല്ല. ഞങ്ങള് റിബൺ ഇട്ടിട്ട് കല്യാണം കഴിക്കുക എന്നും പറയും. അങ്ങനെയാണ്. ഒരു വല്ലാത്തൊരു സ്ഥിതിയാണ് ഇവരെ കാര്യമൊക്കെ. അപ്പൊ എന്തിനു വേണ്ടി ഒരു ഇന്ത്യ രാജ്യത്തിന്റെ ഒരാളെ മകന്റെ കല്യാണത്തില് അതിങ്ങനെ അയാള് വേറെ എന്തൊക്കെയാ ചെയ്തത് ഗുജറാത്തിൽ വെച്ചിട്ട് അന്ന് അയാളെ ആ ഗ്രാമത്തിലില്ലേ മുഴുവൻ ആൾക്കാരെ വിളിച്ച് അവർക്ക് പത്രവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് ഇതേമാതിരി ഭക്ഷണവും എല്ലാം കൊടുത്ത് അവര് തന്നെ വിളമ്പി കൊടുത്ത് അവരോട് കൃഷ്ണ ഗുരുവായൂർ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് എല്ലാവർക്കും വിളമ്പി കൊടുത്ത് അവരെ കയ്യിൽ നിന്നൊക്കെ ഈ ആനന്ദ് അനുഗ്രഹം വാങ്ങി. അവരങ്ങനെയല്ല പല സൊസൈറ്റിയിൽ പല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയ ഇന്ത്യയിലെ വലിയ കുടുംബമാണ്. അവര് ദീർഘായുസ്സോടു കൂടി ഇനിയും ഒരുപാട് കാലം ഇവിടെ നിന്ന് ഇന്ത്യക്ക് വേണ്ടി പലതും ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ നാട്ടിൽ ഈ കേരളത്തിലില്ല പല ആൾക്കാർ എങ്ങനെയാ കല്യാണം കഴിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും. ലോണ് വാങ്ങിയിട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരുവിധ ആധാരം വെച്ചിട്ട് മുഴുവൻ നടക്കുന്ന എന്താ കല്യാണത്തിന് വേണ്ടി മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്ന ഈ പ്രസ്ഥാനം നടത്തി വരുന്ന നാട്ടിലെ കോപ്പറേറ്റീവ് ബാങ്കിൽ മുഴുവൻ ആധാരം വെച്ച് പണയം പെടുത്തി കൊണ്ട് കല്യാണം കഴിക്കുന്ന ഒരു വിഭാഗം. ആ ആധാരം വെച്ചിട്ട് കല്യാണം കഴിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ദരിദ്രമായിട്ട് അതിന്റെ പലിശ അടിച്ചിട്ട് ജീവിതത്തിന്റെ അവസാനം വരെ ഒന്നും ചെയ്യാൻ പറ്റാതെ ആ അച്ഛൻ മരിച്ചു പോവുക. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു നാടാണ് ഇവിടെ. വേറെ കുറെ ആൾക്കാരുണ്ട് എവിടേക്കോ പോകും, കുറെ കള്ളക്കടത്തു, കുറെ എന്തൊക്കെ നാട്ടിന് ദോഷം ചെയ്യുന്ന പരിപാടികളുണ്ടോ അത് മുഴുവൻ ചെയ്തിട്ട് ഒരു പുത്തൻ പണക്കാരായിട്ട് കുറെ ആൾക്കാർ വരാനുണ്ട്. ഓരെന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കുക ചെയ്യുക. ആ മത്തി പൊരിച്ചത് മുതൽ അയക്കൂറ പൊരിച്ചത് വരെ ഒരു സൈഡില്, ആട് കോഴി ഒട്ടകം നിറഞ്ഞിട്ട് വേറെ ഒരു സൈഡില്, പോത്ത് ആട് കോഴി ഒട്ടകം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒരു ഭാഗവും, വേറെ ഒരു ഭാഗത്ത് ഇങ്ങനെ വേറെ എന്തെല്ലോ ഭക്ഷണം. എന്നിട്ട് അതിനെ യൂട്യൂബ് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് അതിനെ പറ്റിയിട്ടൊക്കെ വർണ്ണിച്ച് സിനിമ എടുക്കുന്ന മാതിരി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഉള്ളു പറഞ്ഞ് ഇതൊക്കെ കുറെ പുത്തൻ പണക്കാര് നമ്മുടെ കേരളത്തിൽ ഇന്ന് നടക്കുന്ന കുറെ കല്യാണങ്ങളാണ്. ഇതിനൊന്നും നാട്ടുകാർക്ക് ഒരു പ്രശ്നവുമില്ല. ഇതിലൊക്കെ പോയിട്ട് കഴിയുമെങ്കിൽ വെട്ടി വിഴുങ്ങുകയും ചെയ്യും. നമ്മുടെ നാട്ടിലില്ലേ കുറെ നേതാക്കന്മാരുണ്ട്. ഞായറാഴ്ച ആയാലും കുറെ കല്യാണത്തിന് പോയിട്ട് ഇങ്ങനെ തിന്നുക എന്ന് പറയുന്ന പരിപാടി നടക്കുന്നത്. ഇതൊക്കെ ഇതൊന്നും ജനങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഇയാള് കല്യാണം കഴിച്ചതിന് മോനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തതിന് ഇത്ര എന്താ അസൂയാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്പാന്റെ നമ്മക്കൊരു പ്രിസ്റ്റേജ് അല്ലേ, നമ്മളൊരു ഇന്ത്യക്കാരന്റെ ഒരു 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 മകന്റെ കല്യാണം അത്ര ഗംഭീരമായി നടക്കുമ്പോ അത് കണ്ടാൽ ഒരു രസല്ലേ? അനാവശ്യമായിട്ട് പണം ധൂർത്തടിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കേരളം. ഒരുപാട് കുട്ടികളെ കല്യാണം എന്നാ ഈ പറയുന്ന ഏതെങ്കിലും ഒരാൾക്കാര് ഏതെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുവോ? ചെയ്യില്ല. എത്രയോ കുട്ടികളുണ്ട് കല്യാണം കഴിക്കാതെ പണമില്ലാതെയും കഷ്ടപ്പെട്ടുകൊണ്ട് മൂലക്ക് കിടക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അതിനെ പറ്റിയൊന്നും ചിന്തിക്കില്ല. പണമുള്ളവൻ അവന്റെ പണം, അതും ടാക്സ് അടച്ച ഇന്ത്യ ഗവൺമെന്റിന് ടാക്സ് അടച്ചുകൊണ്ട് അയാളുടെ ആസ്തി കാണിച്ചുകൊണ്ട് അയാളെ കയ്യിലുള്ള കാശിന്റെ ഒരു ഭാഗമാണ് അയാൾ ചെലവാക്കിയിരിക്കുന്നത്. അയാൾ ഇന്ന് ഇന്ത്യൻ എക്കോണമിന്റെ ഒരു ഭാഗമാണ്. അയാളെയൊക്കെ തൊട്ട് കളിക്കാനും പറയാനും ഈ പറയുന്ന ആൾക്കാർക്ക് ആരെങ്കിലും സാധിക്കും? പക്ഷെ കോൺഗ്രസിന്റെ ഒരാൾ വന്നിട്ടേ കോൺഗ്രസിന്റെ ഒരു സാമ്യമുണ്ട്. എന്തോ ഒരു സരസ്വതി ആനന്ദ തീർത്ഥാന്നൊക്കെ പറഞ്ഞിട്ട് താടി വെച്ചിട്ട് അയോധ്യയിലൊന്നും പോകില്ല അയാള്. അയോധ്യ ഒന്നും അയാൾക്ക് ശരിയല്ല. അയോധ്യ രാമൻ ശരിയില്ല, അത് പിന്നെ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വടിയൊക്കെ പിടിച്ചിട്ട് മുകളിലൊരു ചുരുട്ടൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു സ്വാമി ഉണ്ടായിരുന്നു. ആ സ്വാമിയൊക്കെ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരുന്നിന്. കാരണം പോകുന്ന സമയത്ത് ഒരു കവറൊക്കെ കിട്ടിയിട്ടുണ്ടാകേ, ആ കവറൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അയാള് ബാൽ താക്കറയുടെ വീട്ടിലറ്റം പോയിട്ട് മോഡിനെ കുറച്ച് ചീത്തയും പറഞ്ഞിന്. അപ്പൊ അത് കോൺഗ്രസ്സുകാർ അങ്ങനെ ഒരു പ്രതിനിധി അവിടെ അയച്ചിട്ടുണ്ട്. അതുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, അത് ബുദ്ധിപൂർവം പിന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് സംശയമില്ല.
സ്വാമീനൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. അയാളുടെ പേര് എനിക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ കുറെ എണ്ണം ഉണ്ടല്ലോ, അതിലൊന്നാണത്. ഏഹ് അയാള് ഒരു കോൺഗ്രസ് സ്വാമിയാണ്. പല ജാതി സ്വാമികളിലെ കൂട്ടത്തിൽ ഒരു കോൺഗ്രസ് സ്വാമി ഇത്. ആ കോൺഗ്രസ് സ്വാമി അവിടെ പോയിട്ട് ഇങ്ങനെ വലിയ അതൊക്കെ ആയിട്ട് പിന്നെ നരേന്ദ്രമോദി ഇങ്ങനെ എന്താണ് ശിവസേനനെ പിരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു സങ്കടപ്പാടൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നതൊക്കെ കണ്ടിരുന്നു. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ കോൺഗ്രസ് സ്വാമിയാണ്, പിന്നെ അതേ പറയുള്ളൂ. അങ്ങനെയുള്ള സ്വാമിമാരും അവിടെ പോയി ഇങ്ങനെ ഇരുന്ന്, കാരണം പോകുന്ന സമയത്ത് ഒരു വലിയ കെട്ട് കിട്ടിയിട്ടുണ്ടാവുക, കെട്ടും കൊണ്ടാണല്ലോ പോകുന്നത്. ആ ദക്ഷിണ എന്ന് പറയുക, അത് നമ്മ നല്ലൊരു വാക്കിൽ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വലിയ അതിഗംഭീരമായ ഒരു കല്യാണം നടന്നപ്പോൾ ആ കല്യാണത്തിന് കുറെ ആൾക്കാർ അസൂയയോട് കൂടിയിട്ട് കുറ്റം പറയുന്നത് കണ്ടു. ആ കുറ്റം പറയുന്നത് കണ്ടപ്പോൾ അത് വല്ലാത്തൊരു തമാശയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഡബിൾ ബാരലിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ എന്താ എന്ന് തോന്നിയത്. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ എഴുതുക. ചില ആൾക്കാരെ അഭിപ്രായമൊക്കെ കേട്ടാൽ ഭയങ്കര രസമാണ്. കാരണം ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഞാൻ എന്തെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ രസകരമായ കമന്റുകളാണ് ഇങ്ങനെ വരിക. അവർക്ക് എന്തോ ഒരു പിന്നെ അൺപാർലമെന്ററി ആയിട്ടുള്ള പല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇങ്ങനെ വരും. അപ്പൊ ഇതൊന്നും ഞാനത് പ്രതീക്ഷിക്കുന്നു. ഒരു രസമാണ് അതൊക്കെ വായിക്കാൻ. കാരണം ഞാനിങ്ങനെ പറയുന്ന മാതിരി ഇങ്ങോട്ടൊന്ന് കേൾക്കണമല്ലോ. അപ്പൊ അതൊക്കെ രസമാണ്. എല്ലാവരും അതിനൊക്കെ വേണ്ടി ശ്രമിക്കുക. അതൊക്കെ ഇങ്ങനെ ആയിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ ഏതായാലും അങ്ങനത്തെ അസൂയകളൊക്കെ ഒഴിവാക്കി എല്ലാവരും ഇങ്ങനെ വലിയ നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതും നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ തരത്തിലുള്ള ടാക്സുകളൊക്കെ അടച്ച പണമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ, അല്ലാണ്ട് കള്ളക്കടത്തും ഇതൊക്കെ നടത്തിയിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രോത്സാഹിപ്പിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഈ ആർഭാടമാണെങ്കിലും ആ ആർഭാടത്തിനും ഒരു രാജകീയത്വമുണ്ട്. ആ രാജകീയത്തിലേക്ക് നമുക്കൊന്ന് വളരെ സന്തോഷപൂർവ്വം നമുക്കും അതിൽ പങ്കുചേരാം. നമുക്കും ആ ടിവിയിലൊക്കെ ഇത് കണ്ട് നല്ല രസിക്കാനൊക്കെ പറ്റി എന്നുള്ളതൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നമസ്തേ. എല്ലാവരും ഈ ഡബിൾ ബാരലിന്റെ ഞങ്ങളുടെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.